ആന ഇപ്പോൾ ആനയെ കാണുന്നില്ലെന്നാണ് പറയുന്നത്. രാവിലെ ഒരു ഡയറക്ഷൻ അവർക്ക് കിട്ടിയിരുന്നു. അത് ചെമ്പകപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് നിലവിൽ പിന്നെ ഒരു സിഗ്നൽ അവർക്ക് ലഭിച്ചത്. അവിടെ ഇപ്പോൾ 4 ബറ്റാലിയൻ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഇതിൽ കൂടെ ഒരു ബറ്റാലിയൻ പോകുമെന്ന് പറയുന്നു. അങ്ങനെ 4 സെക്ഷൻ അവിടുന്ന് ഒരു സെക്ഷൻ ഇവിടുന്ന് അങ്ങനെയാണ് അവർ തീരുമാനിച്ചു വരുന്നത്. കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഏരിയയാണ് അത്. അവിടെ നമുക്കറിയുന്ന സ്ഥലമാണ്. ഉൾക്കാട്ടിലേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോഴും പോകുന്നില്ല. അത് പുഴ കടന്ന് അക്കരെ കയറി കഴിഞ്ഞാൽ പിന്നെ കർണാടക ബോർഡറിൽ അത് പിടിച്ചളയും. പിന്നെ അതിന് നമുക്ക് കിട്ടില്ല. പക്ഷെ 2 ദിവസമായിട്ടും ഈ പുഴ കടക്കാതെ ഈ ഭാഗത്തോടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ചെമ്പകപ്പാറിന്റെ അവിടുന്ന് കിട്ടുവാണെങ്കിൽ അതിന് നല്ല ഒരു സൈറ്റാണ് അവിടെ. ഇവിടെ പക്ഷെ ബുദ്ധിമുട്ടാണ് അല്ലേ? ഇവിടെ ബുദ്ധിമുട്ടാണ്. ഇങ്ങോട്ടേക്ക് വന്നാൽ കുഴപ്പമില്ല. നേരെ മറിച്ച് പുഴ അപ്പുറത്തൊരു പുഴയുണ്ട്. ആ പുഴ കടന്ന പിന്നെ കർണാടകയിലേക്ക് അത് കയറാൻ 3-3.5 കിലോമീറ്റർ ഉള്ളല്ലേ കർണാടകത്തിൽ? അത്രയേ ഉള്ളൂ. 3.5 കിലോമീറ്റർ ഇല്ല. ചെമ്മക്ക് പറയുന്ന ഒരു 1.5 കിലോമീറ്റർ ഒറ്റേ ഉള്ളൂ. ഇവിടുന്ന് 3-3.5 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് 3-3.5 കിലോമീറ്റർ ഉണ്ടാവും. ഇന്നലെ രാത്രി ഇവിടെ അടുത്തുള്ള തോട്ടങ്ങളിലൊക്കെ ആന വന്നിട്ടുണ്ട്. പക്ഷെ അത് ഈ ആന തന്നെയാണെന്നുള്ളതിനെ പറ്റി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ആനയുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ആന ഇങ്ങനെ അക്രമകാരിയല്ല. ഈ ആന വെച്ചാല് അക്രമകാരിയായിട്ടാണ് തോന്നുന്നത്. ഒരു മേഖലയിൽ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ തന്നെ കുറച്ച് ദിവസം കറങ്ങും അങ്ങനെ ഉണ്ട്. അങ്ങനെ പറയുന്നേക്കാം. കാരണന്മാരെല്ലാം അങ്ങനെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി വ്യക്തമായിട്ട് നമുക്കറിയില്ല. അങ്ങനെ ഉണ്ട് എന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇവിടെ തന്നെ കറങ്ങുന്നത്. അല്ലെങ്കിൽ കാട്ടിലേക്ക് പോകേണ്ട സമയം ഇത് ഈ ഏരിയ തന്നെ കറങ്ങി കളിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു 3 ദിവസം വരെ അവിടെ തന്നെ ആ ലൊക്കേഷൻ തന്നെ നിൽക്കുന്ന പറയുന്നത്. ഒരു ദിവസം കൂടെ ഒന്നുകൂടി പിടിക്കണം. അങ്ങനെ തന്നെ ഒരു ദിവസം കൂടി ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ എന്തായാലും ഇതിനൊന്ന് പിടിച്ചുകൊണ്ട് പോയാൽ പിന്നെ നിങ്ങൾക്ക് കുറച്ചൊരു സമാധാനം ഉണ്ട്. അതന്നെയാണ് നാട്ടുകാരുടെ ആവശ്യവും. അതിനെ മയക്ക് വെടി വെക്കുക. മയക്ക് വെടി വെച്ചിട്ട് അതിനെ യഥാർത്ഥ സ്ഥാനത്ത് കൊണ്ടുപോകാം. പിന്നെ അല്ലെങ്കിൽ പിന്നെ ബദൽ മാർഗം എന്തായാലും ഇതിന് കാണണം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കിടന്നുറങ്ങാൻ പറ്റൂലല്ലോ. ചെറിയ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടാൻ പേടിയാവും. നമുക്കാണെങ്കിൽ സുരക്ഷിതമായി ജോലിക്ക് പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ രാത്രി നടന്നു വരുന്നവരുണ്ടാവും വാഹനം ലഭിക്കാതെ. അപ്പം അങ്ങനെയുള്ള അവസ്ഥകളുടെ തീർച്ചയായിട്ടും അതിനെ പിടിച്ചേ പറ്റുള്ളൂ.